ആഹാ സ്വാദ് മായാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 വിഭവങ്ങളാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ല പൂവ് പോലെ സോഫ്റ്റായി കിട്ടുന്ന വട്ടയപ്പവും വെള്ളയപ്പവും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ചെയ്യുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെള്ളയപ്പത്തിനും വട്ടയപ്പത്തിനും വേണ്ടി ഒന്നിച്ചാണ് അരി എടുത്തിരിക്കുന്നത്. 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 4 തവണ നന്നായി കഴുകി എടുത്തിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. 4 മണിക്കൂർ കുതിർത്ത ശേഷം മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് അരി അരച്ചെടുക്കണം. ഇപ്പോൾ 4 മണിക്കൂർ കുതിർത്ത അരി അരയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിൽ ചേർക്കാൻ ആവശ്യമായ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും എടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഈ മാവിൽ നിന്ന് 1/2 കപ്പ് മാവ് എടുത്തിട്ട് 2.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം ഇതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുക എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കുറുക്കിയെടുക്കാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാം. ആദ്യം മുതലേ തന്നെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നന്നായി കുറുകിയ ശേഷം സ്റ്റവിൽ നിന്ന് മാറ്റാം. കപ്പി കാച്ചിയത് തണുത്തിട്ടുണ്ട്. ഈസ്റ്റും നന്നായി ഉയർന്നു വന്നിട്ടുണ്ട്. അരച്ചെടുത്ത മാവിലേക്ക് ആദ്യം ഈസ്റ്റ് ചേർക്കാം. ഇതിന് ശേഷം 1 കപ്പ് തേങ്ങ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തത് ആഡ് ചെയ്യാം. അതിനുശേഷം മാവ് കുറുക്കി വെച്ചത് ചെറു ചൂടോടെ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ബീറ്റർ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയിക്കൊള്ളും. മാവ് പുളിക്കുന്നതിന് വേണ്ടി 6 മുതൽ 8 മണിക്കൂർ വരെ അടച്ചു വെക്കാം. 6 മണിക്കൂറായപ്പോൾ മാവ് പുളിച്ചു തുടങ്ങി. ഇതിൽ നിന്നും വട്ടയപ്പത്തിന് വേണ്ടി കുറച്ച് മാവ് വേറൊരു പാത്രത്തിലാക്കാം. സ്വീറ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തെടുത്തതും ചേർക്കുന്നുണ്ട്. വട്ടയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടാനാണ് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റിൽ കുറച്ച് ഗീ പുരട്ടിയിട്ടുണ്ട്. അപ്പപാത്രത്തിൽ വെള്ളമൊഴിച്ച ശേഷം ഒരു തട്ടിൽ ഈ പ്ലേറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലുമായി 30 മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. റെഡിയായ വട്ടയപ്പം നന്നായി തണുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പം നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടമാവും. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെക്കാം. ചൂടായ പാനിൽ മാവിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഓരോ തവി ഇതിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇത് 2 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. അങ്ങനെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പവും തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി തീർച്ചയായും വരാം. താങ്ക് യു.